ബംഗളൂരു നഗരത്തിൽ തീപിടുത്തമെന്നൊരു വാർത്ത വരുന്നുണ്ട്. കനകപുര റോഡിലെ മെട്രോ സ്റ്റേഷൻ അടുത്തുണ്ടായ തീപിടുത്തത്തിൽ 19 ഇലക്ട്രിക് സ്കൂട്ടറുകൾ കത്തിനശിച്ചു. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. മുഹമ്മദ് റഹീസ് ഒരുങ്ങളുമായി ചേർന്നു. റഹീസ്, എന്താണ് വലിയ തീപിടുത്തത്തിന്റെ കാരണം? ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു വലിയ തീപിടുത്തം ഉണ്ടാകുന്നത്. ഇന്നെന്തായാലും അവധി ദിവസമായതിനാൽ ഈ ഒരു കെട്ടിടത്തിൽ വലിയ ആളുകൾ ഇല്ലായിരുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. അതായത് പ്രധാനമായിട്ടും ഈ മെട്രോയ്ക്ക് അരികിലുള്ള ഒരു 3 നില കെട്ടിടത്തിലാണ്, കനകപുര റോഡിലെ മെട്രോ സ്റ്റേഷന് സമീപമുള്ള 3 നില കെട്ടിടത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. ഇവിടെ ഈ ഡൊമിനോസിൻ്റെ ഒക്കെ ഒരു ഷോപ്പുണ്ട്. അതിന് താഴെയായി ഇലക്ട്രിക് സ്കൂട്ടറുകൾ ചാർജ് ചെയ്യുന്ന ഒരു ചാർജിംഗ് പോയിന്റ് ഉണ്ട്. അവിടെ നിരവധി ഇലക്ട്രിക് സ്കൂട്ടറുകൾ എത്തുകയും ഒരേ സമയം തന്നെ പല സ്കൂട്ടറുകൾ ചാർജ് ചെയ്യാൻ പറ്റുന്ന പ്ലഗ് പോയിന്റുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ 19 സ്കൂട്ടറുകൾ ഏതാണ്ട് ആ സമയത്തുണ്ടായിരുന്നു. അങ്ങനെ ചാർജിങ് ചെയ്തതും അല്ലാതെ മാറ്റിവെച്ചതുമായിട്ടുള്ള പല സ്കൂട്ടറുകളൊക്കെ ഇരിക്കുന്ന സ്ഥലത്താണ് അതിൽ ഒരു സ്കൂട്ടർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കെ ഈ പ്ലഗ് പോയിന്റ് അവിടെ ഒരു തീപിടുത്തം ഉണ്ടായി. അത് ഓവറായി ഹീറ്റ് ചെയ്ത് ചൂട് പിടിച്ച് അങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെ ആ തീപിടുത്തം ഉണ്ടായത് മാത്രമല്ല, തൊട്ടടുത്തുള്ള ഈ ഗ്യാസ് പൈപ്പ് ലൈനിലേക്ക് ഈ തീ പടർന്നു. അപ്പോൾ അതിലും ലീക്കൊക്കെ ഉണ്ടായി. അങ്ങനെ അതൊരു വലിയ തീപിടുത്തമായിട്ട് മാറി. ഈ 19 EV ബൈക്കുകളായിരുന്നു ആ സ്ഥലത്തുണ്ടായിരുന്നത്. ഈ 19 എണ്ണവും കത്തി നശിക്കുന്ന തരത്തിൽ അത്ര വലിയൊരു തീപിടുത്തം, അങ്ങനെ വലിയൊരു അഗ്നിഗോളമായി തീ ഉയരുന്നത് കണ്ടതോടെയാണ് നാട്ടുകാർ ഈ വിവരം ശ്രദ്ധിക്കുന്നത്. രാവിലെ ആയതിനാലും അവധി ദിവസമായതിനാലും അങ്ങനെ അധികം ആളുകളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അത് നോട്ടീസ് ചെയ്തില്ല. അതിനുശേഷം ആളുകൾ ഇത് കണ്ടതോടെ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുന്നു. ശേഷം 4 യൂണിറ്റ് ഫയർഫോഴ്സ് ഈ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇപ്പോഴും പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കറുത്ത പുക വലുതായി ഉയരുന്നത് കാരണം തന്നെ അകത്തേക്ക് കയറി ഇത് അണയ്ക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നിലവിൽ അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ EV ലൈൻ ചാർജിങ്ങുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക മാനദണ്ഡങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതൊന്നും പാലിക്കാതെയാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു EV ചാർജിംഗ് പോർട്ട് ഉള്ളത്. അതിനും അപ്പുറത്തേക്ക് ഈ ഗ്യാസ് ലൈൻ പൈപ്പുകൾ ഇവിടെ സ്ഥാപിക്കാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ഇതും പാലിക്കാത്തത് കൊണ്ടാണ് അപകടമുണ്ടായതെന്നാണ് നിലവിൽ പറയുന്നത്. ഹാഷ്മി, മുഹമ്മദ് റഹീസാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. 19 ഇലക്ട്രിക് സ്കൂട്ടറാണ് നിലവിൽ കത്തി നശിച്ചത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.